നന്ദ കണ്ടോണ്ട് അല്ല ഞാൻ അറിയപ്പത് കുട്ടി എല്ലാം കാണാനൊക്കെ എടുക്കാൻ പാടുന്നായിരുന്നോട് അക്കവർക്ക് എന്തൊരു കണ്ടോന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ എടുത്തൊക്കെ പറഞ്ഞല്ലോ ശരി. അക്കു ഒരിക്കൽ ഷൂ പോളിഷ് ചെയ്യുന്ന ഞാൻ കണ്ടതാ. ഓൾക്കത് പണ്ട് എന്ന് പറഞ്ഞുതരാൻ അറിയില്ല. ആ കണ്ടോ എന്ത് നന്ദ ഷൂ പോളിഷ് എടുത്തപ്പോ ആരാ ചീത്ത പറഞ്ഞേ? അജു ചീത്ത പറഞ്ഞോ? അജുവോ ഈ കുട്ടി ഷൂ പോളിഷ് എടുത്തപ്പോ ചീത്ത പറഞ്ഞോ? എന്തിനാ ചീത്ത പറഞ്ഞേ? ആ കുട്ടി ഷൂ പോളിഷ് ചെയ്യാൻ എടുത്തല്ലേ? എന്തൊക്കെ ഷൂ പോലും ഇല്ല പോളിഷ് ചെയ്യാൻ അല്ലേ? പോളിഷ് ചെയ്യാൻ അല്ലേ? അജി എന്നിട്ട് ചീത്ത പറഞ്ഞു പൊന്നീനെ? അമ്മന്റെ പൊന്നിന് ചീത്ത പറഞ്ഞോ? അതിനാണ് ഈ കരഞ്ഞത്. അവിടുന്ന് ചോദിച്ചിടയിൽ അവിടെ ആരോ വാതിലിന്റെ അപ്പുറത്താരോ വാതിൽ തുറന്ന് തിരിഞ്ഞൊരു ഓട്ടോ ഓടിയതാ. ഈ ടേബിൾ മണി കുത്തിയിട്ട് ഇടിച്ച് ഞാൻ വിചാരിച്ചു എന്തോ കാലില് പറ്റിയത്. കാലുമ തട്ടിയോ? എവിടെ എന്തുണ്ടോ? ആ കണ്ടു കണ്ടു. എല്ലാരും അമ്മേന്റെ കുട്ടീനെ അങ്ങനെ വഴക്ക് പറയാ അല്ലേ? അജു വഴക്ക് പറഞ്ഞില്ലേ ഷൂ പോളിഷ് എടുത്ത്? അച്ഛൻ മാത്രമേ ഒന്നും പറയാത്തുള്ളൂ. അജി വഴക്ക് പറയോ? അജി വഴക്ക് പറയും. അടിക്കോ അജി? എവിടെ അടിക്കുക? എന്നിട്ടോ വേദനിക്കുവോ? കരയോ? ഓ അങ്ങനെ കരഞ്ഞതാണോ അപ്പം? അജുവോ അജുവിന് എരിവുള്ള തിന്നാൻ തോന്നുന്നു. ഒരു സാധനം ഉണ്ട്, മുളക് പൊടി ഉണ്ട്. അമ്മായിക്ക് കൊടുക്ക് പറഞ്ഞില്ലേ അജു? എന്തൊരു കഷ്ടല്ലേ അമ്മ. അജു എരിവുള്ള സാധനം തിന്നണം പറഞ്ഞപ്പോ അമ്മ മുളക് പൊടി തിന്നോന്നല്ലേ പറഞ്ഞുള്ളൂ. ഈയല്ലേ പറഞ്ഞ അജി അടിക്കും. അജി ഇവിടെ അടിച്ചു എന്നാ പറഞ്ഞപ്പോ. ഇവിടെയോ? എന്തായാലും പറഞ്ഞല്ലേ അടിച്ച്. ഇപ്പൊ സമാധാനായില്ലേ? അക്കു കരഞ്ഞു പോയപ്പോ നിനക്ക് സമാധാനായില്ലേ? അക്കുവിന്റെ ടാബ് ചാർജ് ചെയ്യണേന് അനക്കെന്താ കുഴപ്പം? നീ എന്തിനാ അത് ഓഫാക്കി വെക്കുന്നേ? അക്കു കരഞ്ഞു പോയപ്പോ സമാധാനായില്ലേ? ആയില്ലേ സമാധാനം? അച്ഛപ്പ വരും, അനക്ക് വടിയും കൊണ്ട് അച്ഛൻ വരും. ഓടിങ്ങോട്ട് പോര്. ഓൻ അച്ഛനോട് പോയി പറയുന്നുണ്ട്. അക്കു അച്ഛനോട് പോയി പറയണ്ട. അച്ഛൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ അടി കിട്ടും. ആർക്ക് സമാധാനമല്ല? ഈ അടി പേടിച്ച് ഓടിപ്പോരുന്നതിന് എന്തിനാ എനിക്ക് സമാധാനമായില്ലേ ചോദിക്കുന്നത്? ദാസു ഇവിടെ ഉണ്ട് നന്ദ. വിളിച്ചിക്കണ്ട, അണക്ക് കിട്ടും അച്ഛൻ്റെ കയ്യിൽ നിന്ന്. കുരുത്തക്കേടെ അപ്പൊ കരഞ്ഞില്ലേ? ഇപ്പൊ കിട്ടും അച്ഛൻ വന്ന്. എന്തൊച്ച? അക്കുവിന്റെ ഒച്ച അവിടെ ഇരുന്ന് ഒളിഞ്ഞു വെക്കുകയാണോ?
അക്കു അച്ഛനോട് പറഞ്ഞ അച്ഛൻ വടി എടുത്ത് വരും ഇപ്പൊ. എന്താ ഇല്ലാത്ത? തൂക്കണ സാധനോ? സുഭാഷ് ചേട്ടാ ഇവിടെ നന്ദ ഒളിച്ചിട്ടുണ്ട് വാതിലിന്റെ ഇടയില്. വടി എടുക്കുക തോന്നുന്നു എന്നെ തല്ലാളെ. ചട്ടുക എടുക്കുന്നത് അടുക്കളയിൽ നിന്ന്. ചട്ടുക എടുക്കുന്നുണ്ട്. ദോശ ചുടുന്ന ചട്ടുകല്ലേ, അതെടുത്തിട്ട് അടി കിട്ടുക. അക്കുവിന് അച്ഛൻ ചാർജർ കൊടുത്തല്ലോ. വലിച്ചു പറിച്ച നമുക്ക് അടിയോട് കിട്ടും. അതെങ്ങനെ കിട്ടൂല പറയണേ? ഞാൻ അടിക്ക. അഭിനയിക്കണ്ടേ? ഇഷ്ടല്ലേ? അതെന്താ ഇങ്ങനെ പറയണോ ഞാന്? എന്താ ഞാൻ പറയണ്ടത് പറ. ഇത് ഈ അങ്ങോട്ട് പോയി പറഞ്ഞാ പോരെ? ഞാൻ വന്ന് പറയണോ? ആരോടാ പറയണ്ടേ? അച്ഛനോട് എന്താ അമ്മ പറയണ്ടേ? നന്ദ കരഞ്ഞോ? പിന്നെയോ? ആ ആര് വികൃതിയെ? നന്ദ കരഞ്ഞൂന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? നന്ദ കരഞ്ഞൂന്ന് പറഞ്ഞാൽ മതിയോ? വക്കാലത്തിന് കൊണ്ടുപോകും എന്നെ. സു സത്യമായിട്ട് നന്ദ ഒന്നും എടുത്തിട്ടില്ല. നന്ദ അവിടെ കരകിയായിരുന്നു. കരകിയാന്ന് പറഞ്ഞിട്ട് ഇവിടെ തേങ്ങ അറിഞ്ഞാ പിന്നെ എങ്ങനെയാ ശരിയാവാ? അക്കു ഈ തെറ്റിയതല്ലേ? ഈ പോണ്ടക്കോ ഇവിടെ വന്നിട്ട് പറയാണേ നന്ദ അവിടെ കരയാ പറയാ. നന്ദ ഒന്നും എടുത്തില്ല പറയാന്. പബ്ജി വീരനാണ്, പബ്ജി വീരൻ. അജു ഈ ബെഡിൽ നിന്ന് കളിച്ച് മറിഞ്ഞു വീഴണ ദിവസം ഉണ്ടാവലുണ്ട്. ബാ 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 ബാ. അന്നക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ല. എന്ത് കൊടുത്തു? പെൻസില് കൊടുത്തു. പെൻസിൽ കൊടുത്തോ? തന്നോ? ഈ അക്കു ഇങ്ങനെ തന്നെയാ. കരഞ്ഞങ്ങോട്ട് പോരും, എന്നിട്ട് എന്തെങ്കിലും കിട്ടിയ അങ്ങോട്ട് മിണ്ടാനും പോരും. ഓക്കറിയാം ഈ കരഞ്ഞു കഴിഞ്ഞ് കുറച്ചു നേരം മിണ്ടാതെ വെയിറ്റ് കാണും. അല്ല കുറച്ചു നേരം വെയിറ്റ് കാണിക്കണ്ടേ? അയ്യേ ഈ മിണ്ടാതിരിക്കണം കുറെ നേരം. അപ്പോഴല്ലേ ഓള് ഒരു പാഠം പഠിക്കുക. ഇത് ഈ കുറച്ച് കഴിഞ്ഞ് ഓള് കൊണ്ടു തരുമ്പോ മിണ്ടാൻ നിന്നാ എങ്ങനെയാ ശരിയാവാ? അയ്യോ അക്കു തിരിച്ചു തന്നല്ലോ ആയിപ്പോള്. നമുക്ക് സന്തോഷമായി കേട്ടോ. അയ്യോ സ്നേഹം കൊണ്ടതാ കൊടുക്കുന്ന. ഇത്തിരി മുമ്പ് തല്ലേന്നു കേട്ടോ. രാത്രി സമയം 12:17. നല്ല തല്ല് കഴിഞ്ഞ് അക്കു കരച്ചിൽ കഴിഞ്ഞ് ഇരിക്കണയാണേ. ഇപ്പൊ ആ പെന്നോള് തിരിച്ചു കൊണ്ട് കൊടുത്തപ്പോ അക്കു അതിൽ അലിഞ്ഞ് വീണ്. അക്കു വെള്ളവനാട്ടെ. ഈ നൈസായിട്ട് പാവം പോലെ നിന്ന് ഒരുവിധം ഓളെ പറ്റിക്കും. അക്കു നൈസായിട്ട് പാവായിട്ട് നിൽക്കുന്നിട്ട് നന്ദക്കുട്ടി പൊട്ടത്തിയാണ്. അക്കുവിന്റെ കരച്ചിലിൽ വീണ് കൊണ്ടു കൊടുക്കും. അച്ഛൻ മമ്മിക്കോട്ടെ. ഇവിടെ ആടിന്റെ കട്ടിൽ പോയി അച്ഛൻ ഇവിടെ സോഫയമ കടന്നുറങ്ങിക്കോട്ടെ. എന്ത് പിന്നെ
ഏ? ഈ ഉറങ്ങുമ്പോൾ ഓള് പാപ്പി ആ, അജ് എടുക്കുന്നു. പാപ്പി എടുക്കും. അച്ഛനതിൽ പാപ്പിയൊന്നുമില്ല, പോക്കറ്റ് കാലിയാണ്. അച്ഛൻ പാപ്പരാണ്. എന്തോ കിട്ടിയിട്ടുണ്ടല്ലോ. അതാ കട്ടിൽമണ്ട്.